ലെറ്റ്സ് മേക്ക് എ സിമ്പിൾ ആൻഡ് അടിപൊളി ഒരു മലബാറി സ്റ്റൈൽ ബീഫ് ബിരിയാണി. സോ ഈ റെസിപ്പി ഇൻസ്പയർഡ് ഫ്രം ആബിദ റഷീദാണ്. എനിക്ക് പുള്ളിക്കാരീനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പുള്ളിക്കാരിയുടെ റെസിപ്പീസിൻ്റെ ഒരു ഫാനാണ്. നമുക്ക് ആദ്യം തന്നെ റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കാം. ആദ്യം തന്നെ നെയ്യ് ഇട്ടു, പിന്നെ ആവശ്യത്തിനുള്ള ഹോൾ സ്പൈസസ് എല്ലാം ഇട്ടു, പിന്നെ കുറച്ച് സവോള ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടു. അതൊന്ന് സോട്ടായി വരുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കണം. അത് നമ്മൾ എത്ര ഗ്ലാസ് അരിയാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ ഇരട്ടി വെള്ളം ഒഴിക്കണം. പിന്നെ റൈസും കൂടി ഇട്ട് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് അടച്ചു. പിന്നെ എനിക്കിവിടെ കുക്കിങ്ങിന് ഹെൽപ്പിന് എനിക്കൊരു ചേച്ചിയുണ്ട് കേട്ടോ, ഷാനി ചേച്ചി. അപ്പോൾ ചേച്ചിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കുക്കിങ്ങെല്ലാം. ചേച്ചി ഇന്ന് ചേച്ചിയുടെ ഒരു ഫ്രണ്ടുമായിട്ടാണ് വന്നത്. അപ്പോൾ ഈ ബിരിയാണി റെസിപ്പിയിൽ നിങ്ങൾക്ക് 2-3 പേരുടെ കൈ കാണാം കേട്ടോ. സോ അപ്പോൾ നമ്മുടെ റൈസ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനു വേണ്ടി നമ്മൾ വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചു, കുറച്ച് നെയ്യ് ഒഴിച്ചു. എണ്ണയും നെയ്യും ഒരു 50-50% വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കണക്കിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉള്ളി നല്ലോണം പൊരിച്ചെടുക്കണം. അപ്പോൾ ഈ പൊരിച്ചെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ ആ ടേസ്റ്റ് ശരിക്കും അതിലറിയാൻ പറ്റും. ഈ ഒരു പരുവത്തിൽ പൊരിച്ചെടുക്കുക. അതേ എണ്ണയിൽ തന്നെ നമ്മൾ നട്ട്സും മുന്തിരിങ്ങയും വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ആ എണ്ണ ഭയങ്കര പ്രഷ്യസാണ്, ആബിദ റഷീദ് പറയുന്ന പോലെ. ആ എണ്ണയിൽ തന്നെയാണ് പിന്നെ എല്ലാം യൂസ് ചെയ്യുന്നത്. അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം സോട്ട് ചെയ്ത്, പിന്നെ തക്കാളിയും കൂടി ഇട്ട് സോട്ട് ചെയ്ത് നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയും അതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ബീഫ് ഇട്ട് മിക്സ് ചെയ്യാം. ബീഫ് നല്ല ബോണുള്ള ബീഫ് വേണം ബിരിയാണിക്ക് യൂസ് ചെയ്യാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക, കുറച്ച് ഗരം മസാല ഇടുക. പിന്നെ നല്ല തൈര്, പുളിയുള്ള തൈരിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. തൈര് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ആ ടാങ്കിനെസ് ഇറച്ചിയിൽ ശരിക്കും കിട്ടണം തൈരിൻ്റെ. അപ്പോൾ അതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ നേരെ കുക്കറിലേക്ക് മാറ്റുവാണ്. കുക്കറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. ഇനി കുക്കറിൽ വിസിലടിക്കണം. ഇവിടെ ഞങ്ങളൊരു 8-9 വിസിലാണ് വരുത്തിയത്. അത് കഴിഞ്ഞിട്ട് ആ പ്രഷറിലിരുന്ന് ഇറച്ചി നല്ലോണം വേവണം. പ്രഷർ മാറാതെ ഒരിക്കലും കുക്കർ തുറക്കരുത്. ഇറച്ചി എത്രമാത്രം വേവുന്നോ അത്രയും ടേസ്റ്റ് കൂടും ബിരിയാണിക്ക്. സോ അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിനി ദമ്മിടൽ പരിപാടിയാണ്. കുറച്ച് റൈസ് ഇട്ടു, പിന്നെ കുറച്ച് മസാല ഇട്ടു, പിന്നെ മേളി വീണ്ടും റൈസ് ഇട്ടു, പിന്നെ ഗാർണിഷിംഗ് ആണ്. നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ഉള്ളി അത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ചിടുക. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ നട്ട്സും മുന്തിരിങ്ങയൊക്കെ ഒന്ന് ഇടുക. പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കുറച്ച് ഗരം മസാലയും കൂടി മേളിൽ ഒരു ഫ്ലേവറിന് വേണ്ടി സ്പ്രിങ്കിൾ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ദം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈസി മെത്തേഡിലാണ് ചെയ്യുന്നത്. ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സ് വെക്കും. അങ്ങനെ നമ്മുടെ ദമ്മെല്ലാം പൊട്ടിച്ച് നമ്മുടെ ബിരിയാണി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.